നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ജ്ഞാനപ്പാന അവസാന ഭാഗത്തിലേക്ക് എത്തി. 16ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറയുന്നത്. ഭാഗം ഞാൻ തിരിക്കുന്നുവെന്നേ ഉള്ളൂ, അല്ലാതെ ഭാഗം ഇതിൽ തിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ എൻ്റെ ഓഡിയോ ഇതിൻ്റെ അനുസരിച്ച് ഞാൻ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ എന്നാണ്. തിരുനാമ സങ്കീർത്തനം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഉരുവിടുകയോ നാവുള്ളവർ നാവ് കൊണ്ട് ഉരുവിടുകയോ അത് മറ്റുള്ളവരെ പരിഹസിച്ചിട്ടാണെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എവിടെ ഇരുന്നിട്ടും ഇത് ചൊല്ലുകയാണെങ്കിൽ ജന്മസാഫല്യം അപ്പോഴേ വന്നു പോകും. ഇനി അതിനൊരു എന്താ പറയുക, നമുക്കൊരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടോ എന്നൊരു ചോദ്യം, ചെറുതായിട്ടൊരു സംശയം വരുമല്ലോ. അതുകൊണ്ട് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 ഉദാഹരണം കൂടെ പറയാണ്. ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു, ബാദരായണൻ താനും അരുൾ ചെയ്തു, ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ഇപ്പോൾ കവി പറയാണ്, ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇനി നിങ്ങൾക്ക് അത് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെയൊക്കെ ഉദാഹരണം നോക്കൂ. വലിയ ഭാഗവത വ്യാഖ്യാനം നടത്തുന്ന ആചാര്യനാണ് ആര്? ശ്രീധരാചാര്യൻ. അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലത് ആത്മസാക്ഷാത്കാരത്തിന് ഏറ്റവും നല്ലത് ഈ കാര്യങ്ങളെല്ലാമാണെന്ന്. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ഇനി പിന്നാരാ പറഞ്ഞത്? ബാദരായണൻ, വ്യാസമഹർഷി, വ്യാസഭഗവാനും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരെല്ലാം പറഞ്ഞതുകൊണ്ട് പിന്നെ ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ. ഭഗവത്ഗീതയിലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ഇവരെല്ലാം വളരെ ബഹുമാനത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള, എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ? ഇത് നേരത്തെ പറഞ്ഞ പോലെ അനുസരിക്കുക. അപ്പോൾ ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വേണം നമ്മൾ ചൊല്ലാൻ. ആ ചൊല്ലുന്നതിൽ നമ്മൾക്ക് വളരെയധികം ശ്രദ്ധയും വേണം. അപ്പോൾ ഭഗവാന്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ട്, അയ്യോ എനിക്ക് തീർക്കണമല്ലോ എൻ്റെ ഭഗവാനെ, ഇന്ന് ഞാനിപ്പോൾ എങ്ങനെ തീർക്കും, എനിക്ക് നാളെ പരീക്ഷയുണ്ട്, പഠിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് ഇരുന്ന് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒന്നും ചൊല്ലിയിട്ട് വലിയ കാര്യമില്ല. ആമോദം കൊണ്ട് നമ്മളതിലിങ്ങനെ ലയിക്കണം. ഭഗവാനെ വിളിക്കുന്ന സമയത്ത് അതിൽ ലയിച്ച് ചെല്ലണം. അങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഈ നാമങ്ങളൊക്കെ ചൊല്ലുവിൻ. ആനന്ദം കൊണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ എത്തണമെങ്കിൽ ആനന്ദം, സന്തോഷത്തോടെ എത്തണം അവിടേക്ക്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആമോദം കൊണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ. മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു, തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനേ. മതി, ശ്രദ്ധ, നമ്മൾ ചൊല്ലുന്ന കാര്യത്തിലെ ഒരു ശ്രദ്ധ, വിശ്വാസം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. മതിയുണ്ടെങ്കിൽ അതൊക്കെ മതിയതു. തിരുനാമത്തിൻ മാഹാത്മ്യം, ഭഗവാന്റെ മാഹാത്മ്യം എന്താണ് എന്നറിയണമെങ്കിൽ ആ ചൊല്ലുന്ന കാര്യത്തിലെ ഒരു ശ്രദ്ധ, ഒരു വിശ്വാസം. നമ്മളിങ്ങനെ ഇപ്പം ഇത്രയും ആൾക്കാർ പറഞ്ഞല്ലോ, ഇവരെല്ലാം ഉദാഹരണം പറഞ്ഞു, ഞാനും പറയുന്നു എന്നാണ് കവി പറഞ്ഞത്. ഇതൊക്കെ കേട്ട് അതിലൊരു വിശ്വാസമുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിപ്പിക്കുന്ന ടീച്ചർ എല്ലാം ഒരു വിശ്വാസം വേണം. ആ ടീച്ചർ പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമെന്നുള്ളൊരു വിശ്വാസം ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ സബ്ജക്റ്റിനോട് പോലും ഇഷ്ടം വരും. ഇപ്പം ഞാനിപ്പോൾ പോയപ്പോൾ എൻ്റെ പേരക്കുട്ടി ഏതോ ഒരു വിഷയത്തിനെ പറ്റി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല ആ ക്ലാസ് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെയെന്ന്. അതെനിക്കറിയില്ല, പക്ഷേ ക്ലാസ്സിലെ ഒറ്റ കുട്ടികൾക്കും ആ ക്ലാസ് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, എല്ലാ ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സ് തന്നെയാണ് എടുക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കാണ്ടേയിരിക്കും നിങ്ങൾ ഹിന്ദിയാണ് പറയുന്നത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്.
ആദ്യമായിട്ട് പഠിക്കുകയല്ലേ, കുറച്ച് ഒരു 1-2 കൊല്ലമായിട്ടുള്ളൂ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്നും ഉപയോഗിക്കുന്ന ഒരു ഭാഷയല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ഇരുന്നാൽ മതി, എല്ലാവർക്കും ഇഷ്ടമാവും. അതായത് ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ടീച്ചർ പറയുന്നതിനൊന്ന് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ആ ക്ലാസ് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മളെയൊക്കെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും കേട്ടോ. പക്ഷേ നമുക്ക് അതിലുള്ള വിശ്വാസമാണ് ഈ ശ്ലോകം. അല്ല, ഇത്രയും ജ്ഞാനപ്പാന നമ്മൾ കേട്ടു, ഇത്രയും ഉപദേശങ്ങൾ നമുക്ക് തന്നു, എന്തൊക്കെ സത്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നൂലേ. ഇത് 15 ഭാഗമായിട്ടാണ് ഞാൻ ചൊല്ലി തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ദിവസം ചൊല്ലിയത് മുഴുവനും ഓരോരോ ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അതിൽ ഓരോന്നിലും പറയുന്നത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് ഉൾക്കൊള്ളണം. അതിലേക്കൊരു ശ്രദ്ധ വേണം, വിശ്വാസം വേണം. എങ്കിലാണ് നമ്മളുടെ ഉദ്ദേശം, ലക്ഷ്യം മുകളിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. ഇനി ഒരു ജാമ്യം എടുക്കുന്ന പോലെ എൻ്റെ പേരിൽ ഞാൻ ചെയ്തതെല്ലാം വല്ലതും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കവി അവസാനിപ്പിക്കുകയാണ്. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള മരുൾക ഭഗവാനെ. എനിക്കറിയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ജ്ഞാനപ്പാന എന്ന രൂപത്തിൽ പറഞ്ഞു തന്നതാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴകേടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ പോലും, ഇത് പിഴയാണെങ്കിലും ആണെങ്കിലും ഭഗവാനെ എന്നോട് മുഷിവ് തോന്നരുത് കേട്ടോ, പ്ലീസ് എന്ന് പറയാണ്. എന്നോടൊന്നും തോന്നരുതേ. എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ലോകത്ത് സത്യം എന്ന് തോന്നി, അത് ഞാൻ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളണം, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാൻ ശ്രമിക്കണം, പറ്റുന്നത്ര ഉറക്കെ ചൊല്ലി ആനന്ദ നൃത്തമാടണമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ തത്വങ്ങളെല്ലാവരും കവി തരുന്ന ഉപദേശം കേട്ടോ, ഞാൻ തരുന്ന ഉപദേശമല്ല. എന്നെ മൈൻഡ് ചെയ്യണമെന്നില്ല ആരെങ്കിലും. കവി പറയാണ് ആ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ട് തിരുനാമങ്ങളൊക്കെ ജപിച്ച് ഉറക്കെ ചൊല്ലി ആനന്ദ നൃത്തം ചെയ്ത് എല്ലാവരും അതിനനുസരിച്ച് എങ്ങനെയാണോ ഭഗവാൻ നമ്മളോട് ഉപദേശിച്ചത് ഇന്ന പോലെ ജീവിക്കണമെന്ന് ആസക്തി കൈവിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ശപിക്കാതെ, പിറുപിറുക്കാതെ, ദേഷ്യപ്പെടാതെ ഇത് ആത്മസമർപ്പണം, അതായത് ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുക. ചോറ് വയ്ക്കുകയാണെങ്കിലും കറി വയ്ക്കുകയാണെങ്കിൽ പോലും അതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെ മുന്നിലേക്ക് ജീവിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതായത് ഉൾഗമരുക എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന്. ഇനി അതേ വാചകം തന്നെ ഞാനും റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ ഇത്രയും ദിവസം എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. അടുത്ത പ്രാവശ്യം അങ്ങനെ തെറ്റ് വരുത്താതെ നോക്കും. അപ്പോൾ ഈ കേട്ട തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയിട്ട് നമ്മളും അതുപോലെ തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി നമുക്ക് മറ്റൊരു ശ്ലോക സംഹിത എടുക്കാം, പറ്റുമെങ്കിൽ നോക്കട്ടെ. അസ്മിൻ പരാത്മനനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.